Hi everyone, once again welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നീറ്റ് ജെഇ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. നല്ല കോൺഫിഡൻസോടെ ഇരിക്കണം മക്കളെ. നമുക്കറിയാം ജാനുവരി 22 ആണ് നിങ്ങളുടെ ജെഇ മെയിൻസിന്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവസാനത്തെ 10 ദിവസം നിങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, മിനിമം ഒരു 15 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റഡി പ്ലാൻ, കുഴപ്പമില്ലാത്തതല്ല, അവസാനത്തെ 10 ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ ഞാൻ നിങ്ങളോട് വീണ്ടും സജസ്റ്റ് ചെയ്യുന്നു, സപ്പോസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒരു 2-3 ദിവസം മുമ്പാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ വീഡിയോ നിങ്ങൾ കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. കാര്യം അത് 10 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. വെറുതെ കണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. പക്ഷെ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ഇത് ലാസ്റ്റ് പ്രിപ്പറേഷനിൽ ഇനി അങ്ങോട്ട് മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ സഹായിക്കാം, നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന ചിന്തയിലൂടെയാണ് കിറ്റി സാറ് ഞാനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വന്ന ഒരു ഐഡിയ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ആ വീഡിയോയിൽ തൊട്ട് മുമ്പ് ലോഞ്ച് ചെയ്ത സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ അവസാന ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് എക്സാം പ്ലാൻ ചെയ്തിരിക്കണമെന്ന്. അപ്പൊ മക്കളെ, ഇനിയും വരാൻ പോകുന്ന 5 ദിവസം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന 5 ദിവസം നിങ്ങളെ ഫിസിക്സിന്റെ ഒരു മോക്ക് സീരീസ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. മോക്ക് സീരീസ് 5 മോക്ക് സീരീസുകൾ ഞങ്ങൾ നടത്താൻ പോവുകയാണ്. അപ്പൊ ആ സന്തോഷ വാർത്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. ജാനുവരി 13, ജാനുവരി 15, ജാനുവരി 17, ജാനുവരി 19 ആൻഡ് ഫൈനലി ജാനുവരി 21. ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന 5 ദിവസങ്ങളിൽ നമ്മളുടെ മോക്ക് സീരീസ് ഉണ്ട്. നിങ്ങൾ സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അതിന്റെ ടൈമിങ്ങും ടൈം ടേബിളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഓർത്തോളുക, ജാനുവരി 13, 15, 17, 19, 21 ഈ വരുന്ന 5 ദിവസവും കൃത്യം രാത്രി 8 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ വരാൻ പോകുന്ന ഡേറ്റുകളിൽ നമ്മൾ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മളൊരു യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ തരുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ്. സോ നമ്മൾ നമ്മുടെ എക്സാമിന്റെ പാറ്റേണും ഈ യൂട്യൂബിൽ കൂടി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജാനുവരി 13 എക്സാം ഡേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, മോക്ക് സീരീസ് എക്സാം ആണെന്ന് പറഞ്ഞു. അപ്പൊ ജാനുവരി 13-ാം തീയതി, അതുപോലെ 15 അങ്ങോട്ട് വരുന്ന എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ജാനുവരി 13-ാം തീയതി നമ്മൾ കൃത്യം 8 മണിക്ക് എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ചാനലിൽ ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കുന്നു. ജാനുവരി 13 മോക്ക് സീരീസ് 1ന്റെ വീഡിയോ ആയിരിക്കും വീഴുന്നത്. നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നടത്താനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ജെഇ മെയിൻസ് എന്ന് പറയുമ്പോൾ 30 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ PDF ഉണ്ടാവും. അപ്പൊ ആ PDF നേരെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ 1 മണിക്കൂർ സമയം എടുത്തിട്ട് ആ എക്സാം ആയിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്കറിയാം ജെഇ മെയിൻസ് എന്ന് പറയുമ്പോൾ 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അപ്പൊ നമുക്ക് 1 മണിക്കൂർ മാത്സ്, 1 മണിക്കൂർ ഫിസിക്സ്, 1 മണിക്കൂർ കെമിസ്ട്രി എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സ് 1 മണിക്കൂർ കൃത്യം നമ്മൾ 8 മണിക്ക് വീഡിയോ ഇടും. നിങ്ങൾ എപ്പോഴാണോ ആ വീഡിയോ കാണുന്നത്, ജെഇ മെയിൻസ് എഴുതാൻ പോകുന്നതിന് എപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടാലും നേരെ ആ വീഡിയോ എടുക്കുക, നേരെ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ആ PDF ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, 1 മണിക്കൂർ ഒരു ടൈമർ വെച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങളൊരു ജെഇ മെയിൻസ് എക്സാം എഴുതുന്നത് കൂട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്ന് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് വേണം. ആ ആൻസർ കീ പ്രോപ്പർ ആണോ, അതേപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണം അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ആൻസർ കീയും എക്സ്പ്ലനേഷനും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഒരു വീഡിയോയുടെ 13-ാം തീയതി ലോഞ്ച് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് PDF കിട്ടുന്നു, നിങ്ങൾ എക്സാം എഴുതുന്നു. പക്ഷെ ആ വീഡിയോ പിന്നെ അങ്ങോട്ട് കാണരുത്. PDF ഡൗൺലോഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അതേ വീഡിയോ വന്ന് പിക്ക് ചെയ്യുക. ആ വീഡിയോയിൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റ് വീഡിയോ കാണാം, പക്ഷെ നിങ്ങൾ നിങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല.
അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു നമുക്കിത് 2 വീഡിയോ ആയിട്ട് ചെയ്താൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഇടാം, അത് കഴിഞ്ഞേച്ച് പക്ഷെ പിന്നെ കുറെ വീഡിയോസ് ആവും, മേ ബി നമ്മുടെ ചാനലിന് വ്യൂ കൂടുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പം ഒറ്റ വീഡിയോയിൽ തന്നെ അത് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ 13-ാം തീയതി 7 മണിക്ക് വീഡിയോ വീഴും. 15, 17, 19, 21 ഈ എക്സാം ഡേറ്റ്സ് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കൃത്യം 7 മണിയല്ല, കൃത്യം 8 മണിക്കാണ് വീഡിയോ വീഴുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ വീഡിയോയിൽ തന്നെ ആ മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, അതിന്റെ ആൻസർ കീയും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മക്കളെ അടിപൊളിയായിട്ട് ഈ മോക്ക് സീരീസ് എഴുതുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.